ഭവന നിർമ്മാണ മേഖലയ്ക്കും കുടിവെള്ള പദ്ധതികൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഉഷ ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ KM ലെനിൻ ബഡ്ജറ്റ് അവതരണം നടത്തി. ആകെ ചെലവ് 32,78,45,275 രൂപ ചെലവും ഏതാണ്ട് ഇത് കഴിച്ച് 2,63,13,354 രൂപ നമ്മുടെ മിച്ചവും. അതിൽ തന്നെ ഏറ്റവും പ്രാധാന്യം ഈ വർഷം ഞങ്ങളൊരു പ്രസ്റ്റേജ് പ്രൊജക്ട് എന്ന നിലയിൽ സ്വന്തമായി വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് അത് നിർമ്മിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 4,75,00,000 രൂപ മാറ്റിവെച്ച് 2025-26 ഗ്രാമപഞ്ചായത്ത് ബഡ്ജറ്റിൽ 35,58,629 രൂപയുടെ വരവും 32,78,40,45,275 രൂപയുടെ ചെലവും 2,63,13,354 രൂപയുടെ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റാണ് അവതരിപ്പിച്ചത്. കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക ബഡ്ജറ്റിൽ സ്വന്തമായി ഭൂമിയും ഭവനവും ഇല്ലാത്തവർക്ക് 4,75,00,000 വകയിരുത്തിയിരിക്കുന്നു. കുടിവെള്ളത്തിനായി 1,20,00,000 രൂപയും, ആരോഗ്യമേഖല 1,22,00,000, ശുചിത്വ മേഖല 1,02,28,775 രൂപ, കൃഷി 80,40,000 രൂപ, സാമൂഹ്യക്ഷേമം 72 ലക്ഷം രൂപയും വകയിരുത്തിയിരിക്കുന്നു. നോൺ പ്ലാൻ റവന്യൂ ചെലവിലേക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ 7,91,50,000 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വടക്കാഞ്ചേരി നിയോജകമണ്ഡലം MLA സേവ്യർ ചിറ്റിലപ്പള്ളി കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ ഗ്രൗണ്ട് വികസനത്തിന് 1 കോടി രൂപയും, പഴമുക്ക് ഗവൺമെന്റ് സ്കൂൾ കെട്ടിടത്തിന് 1 കോടി രൂപയും, ഗ്രാമീണ റോഡ് പുനരുദ്ധാരണം ഉൾപ്പെടെ ആകെ 4,50,00,000 രൂപയും അനുവദിച്ചിട്ടുണ്ട്. വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അംഗങ്ങളും ബഡ്ജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു. ATK ന്യൂസ്, മുണ്ടൂർ. ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാൻ അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. ഒരു 10 വയസ്സായ ഏതൊരു കുട്ടിക്കും സിമ്പിൾ ആയിട്ട് ചെയ്യാം. പക്ഷെ മാവ് പ്രാതൽ ഫ്രഷ് ആയിരിക്കണം. പ്രാതൽ ഫ്രഷ് ഇഡ്ഡലി ദോശ മാവ് ബ്രേക്ക്ഫാസ്റ്റ് ഇനി കുട്ടികൾ തയ്യാറാക്കട്ടെ.